Hi everyone. ബേസിക്സ് ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോ ലെക്ചർ സീരീസിലെ രണ്ടാമത്തെ വീഡിയോ ആണിത്. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് ആണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് ഒന്ന് നോക്കാം. ഡെഫിനിഷൻ ഓഫ് റെഫ്രിജറേഷൻ, വാട്ട് ആർ റെഫ്രിജറേറ്റേഴ്സ് ആൻഡ് ഹീറ്റ് പമ്പ്സ്, important terminologies on the basis of refrigeration like refrigerating effect, coefficient of performance, specific heat of water and ice, capacity of refrigeration unit, otherwise tons of refrigeration. ഇത്രയും കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസ് ഓഫ് റെഫ്രിജറേഷൻ പ്രിൻസിപ്പിൾ നമ്മൾ യൂസ് ചെയ്യുന്ന സ്ഥലങ്ങൾ എവിടെയൊക്കെയാണ്, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്. ഇൻ കെമിക്കൽ ഇൻഡസ്ട്രീസ് ഫോർ സെപ്പറേറ്റിംഗ് ആൻഡ് ലിക്വിഫൈയിങ് ദ ഗ്യാസസ്. നമുക്കറിയാം, കെമിക്കൽ ഇൻഡസ്ട്രീസിൽ നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന കെമിക്കൽസിൻ്റെ പ്യൂരിറ്റി നമ്മൾ എൻഷുർ ചെയ്യണം. സോ അതിലടങ്ങിയിട്ടുള്ള ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് അല്ലെങ്കിൽ പാർട്ടിക്കിൾസ്, ഗ്യാസസ് ഇതെല്ലാം റിമൂവ് ചെയ്താലേ നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന കെമിക്കൽസ് പ്യുവർ ആവുള്ളൂ. ഇതിൽ ഗ്യാസസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഗ്യാസിനെ ലിക്വിഡായിട്ട് കൺവേർട്ട് ചെയ്യും. ഗ്യാസ് ലിക്വിഡ് ആവുന്ന പ്രോസസ്സിനെ നമ്മൾ കണ്ടൻസേഷൻ എന്നാണ് പറയുക. സോ കണ്ടൻസേഷൻ പ്രോസസ്സ് വഴിക്ക് ഗ്യാസസിനെ ലിക്വിഡ് ആക്കും. ഇതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് റെഫ്രിജറേഷൻ പ്രോസസ് ആയിരിക്കും. സോ റെഫ്രിജറേഷൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ കെമിക്കൽ ഇൻഡസ്ട്രീസിൽ വരുന്നുണ്ട്. ഇൻ മാനുഫാക്ചറിങ് ആൻഡ് സ്റ്റോറിങ് ഐസ്, ഇത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഐസ് ഉണ്ടാക്കാൻ വേണ്ടിയും മാത്രമല്ല, അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ റെഫ്രിജറേഷൻ പ്രിൻസിപ്പിളാണ് യൂസ് ചെയ്യുന്നത്. ഫോർ ദ പ്രിസർവേഷൻ ഓഫ് പെരിഷബിൾ ഫുഡ് ഐറ്റംസ് ഇൻ കോൾഡ് സ്റ്റോറേജസ്. നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഫ്രിഡ്ജ് നമ്മൾ യൂസ് ചെയ്യുന്ന ഫുഡ് പാർട്ടിക്കിൾസ് കേടുകൂടാതെ സൂക്ഷിക്കാൻ വേണ്ടിയാണ്. സോ പെരിഷബിൾ ഫുഡ് ഐറ്റംസ് കോൾഡ് സ്റ്റോറേജസിൽ പ്രിസർവ് ചെയ്യുന്നതും റെഫ്രിജറേഷൻ പ്രിൻസിപ്പിളിൻ്റെ ബേസിസിൽ തന്നെയാണ്. ഫോർ കൂളിംഗ് ദ വാട്ടർ, ഇതും തൊട്ട് മുൻപ് പറഞ്ഞ സെയിം അതേ എക്സ്പ്ലനേഷൻ തന്നെയാണ്. വാട്ടറിനെ കൂൾ ചെയ്യാൻ വേണ്ടി നമ്മൾ റെഫ്രിജറേഷൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഫോർ കൺട്രോളിംഗ് ദ ഹ്യൂമിഡിറ്റി ഓഫ് എയർ, അതായത് എയറിലുള്ള വാട്ടർ കണ്ടന്റിനെയാണ് നമ്മൾ ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. ഈ വാട്ടർ കണ്ടന്റ് അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി ഓഫ് എയറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ റെഫ്രിജറേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഫോർ ദ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ഓഫ് സ്റ്റീൽസ്, അതായത് സ്റ്റീൽ ഇൻഡസ്ട്രി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ്, അതായത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റീൽസ് കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രോസസ്സുകളെയാണ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതിൽ ചില സ്റ്റെപ്പുകളിൽ നമ്മൾ ഹ്യൂമിഡിറ്റി കൺട്രോളിങ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഓഫ് റെഫ്രിജറേഷൻ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഫോർ ചില്ലിങ് ദ ഓയിൽ ടു റിമൂവ് വാക്സ് ഇൻ ഓയിൽ റിഫൈനറീസ്. ഓയിൽ റിഫൈനറീസ് അല്ലെങ്കിൽ പെട്രോൾ ഇൻഡസ്ട്രീസിലൊക്കെ നമ്മൾ ഫ്യൂവൽ അല്ലെങ്കിൽ പെട്രോളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അതിൽ വാക്സ് അടങ്ങിയിരിക്കും. തൊട്ട് മുൻപ് നമ്മൾ കെമിക്കൽ ഇൻഡസ്ട്രീസിൽ പറഞ്ഞ അതേപോലെ ഇവിടെയും നമ്മൾ പ്യൂരിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടി വാക്സ് റിമൂവ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് റെഫ്രിജറേഷൻ തന്നെയായിരിക്കും. സോ റെഫ്രിജറേഷൻ യൂസ് ചെയ്ത് ചില്ലിങ് വെച്ചിട്ട് ഓയിലിൽ നിന്ന് നമ്മൾ വാക്സ് എടുത്തു കളയും. ഫോർ ദ പ്രിസർവേഷൻ ഓഫ് ടാബ്ലറ്റ്സ് ആൻഡ് മെഡിസിൻസ് ഇൻ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസ്. ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിൽ നമ്മൾ മെഡിസിൻസ് അല്ലെങ്കിൽ മെഡിക്കൽ സപ്ലൈസ്, ടാബ്ലറ്റ്സ് ഇതെല്ലാം കേടുകൂടാതെ സൂക്ഷിക്കുന്നതിന് വേണ്ടി റെഫ്രിജറേഷൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഫോർ ദ പ്രിസർവേഷൻ ഓഫ് ബ്ലഡ് ടിഷ്യൂസ്, ബ്ലഡ് സാമ്പിൾസ്, ബ്ലഡ് ടിഷ്യൂസ്, ഓർഗൻസ്, അങ്ങനെ മെഡിക്കൽ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പ്രിസർവ് ചെയ്യാൻ നമ്മൾ റെഫ്രിജറേഷൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഫോർ കംഫർട്ടബിൾ എയർ കണ്ടീഷനിങ് ഇൻ ഹോസ്പിറ്റൽസ്, തിയേറ്റേഴ്സ് എക്സെട്ര. വീടുകളിൽ നമ്മൾ AC യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഹോസ്പിറ്റൽ, തിയേറ്റർ, മാൾ അങ്ങനത്തെ സ്ഥലങ്ങളെല്ലാം എയർ കണ്ടീഷനിങ് യൂസ് ചെയ്യുന്നുണ്ട്. അവിടെയും നമ്മൾ റെഫ്രിജറേഷൻ സെയിം പ്രിൻസിപ്പിൾ തന്നെയാണ്. വീട്ടിൽ യൂസ് ചെയ്യുന്ന AC-യുടെയും ഫ്രിഡ്ജിൻ്റെയും അതേ പ്രിൻസിപ്പിൾ തന്നെയാണ് എയർ കണ്ടീഷനിങ്, കംഫർട്ട് എയർ കണ്ടീഷനിങ് ഇൻ ഹോസ്പിറ്റൽസ് ആൻഡ് തിയേറ്റേഴ്സിലും ഉള്ളത്. ഓക്കെ. ഇനി നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് റെഫ്രിജറൻറ്റ്. അതായത് നമ്മൾ റെഫ്രിജറേഷൻ എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. ഈ റെഫ്രിജറേഷൻ പ്രോസസ്സ് നടക്കണമെങ്കിൽ ഒരു വർക്കിംഗ് സബ്സ്റ്റൻസ് അതിൽ ആവശ്യമുണ്ട്. ഈ വർക്കിംഗ് സബ്സ്റ്റൻസിനെ പറയുന്ന പേരാണ് റെഫ്രിജറൻറ്റ്. ഈ വർക്കിംഗ് സബ്സ്റ്റൻസിന് വരുന്ന ചേഞ്ചസ് കൊണ്ടാണ് നമുക്ക് റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് ഉണ്ടാവുന്നത്. ഓക്കെ. സോ ആ യൂസ് ചെയ്യുന്ന റെഫ്രിജറൻറ്റിന് കുറച്ച് പ്രോപ്പർട്ടീസ്, അത്യാവശ്യം വേണ്ടുന്ന കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതാണ് ഡിസ്കസ് ചെയ്യുന്നത്. എ ഗുഡ് റെഫ്രിജറൻറ്റ് ഷുഡ് ഹാവ് ഹൈ ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. അതായത് ഒരു നല്ല റെഫ്രിജറൻറ്റിന് ഒരു ഹൈ ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ആവശ്യമുണ്ട്. എന്താണ് ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ? അതായത് ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് വേപ്പർ സ്റ്റേറ്റിലേക്ക് പോകാൻ എത്ര എമൗണ്ട് ഓഫ് ഹീറ്റാണ് ആവശ്യം, അതിനാണ് നമ്മൾ ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എന്ന് പറയുന്നത്. സോ ഈ വാല്യൂ എത്രയും കൂടുന്നോ അത്രയും നമുക്ക് റെഫ്രിജറേഷൻ എഫക്റ്റ് കൂടുതൽ കിട്ടും.
ഓക്കെ, സോ ഈ വാല്യൂ എപ്പോഴും കൂടുതലായിരിക്കണം. ഇറ്റ് ഷുഡ് ഹാവ് ലോ ബോയിലിംഗ് ആൻഡ് ലോ ഫ്രീസിംഗ് പോയിന്റ്. ഇനി ബോയിലിംഗ് പോയിന്റും ഫ്രീസിംഗ് പോയിന്റും ലോ ആയിരിക്കണം. ലോ എന്താണ് ലോ ബോയിലിംഗ് പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നോക്കാം. ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 100°C ആയിരിക്കും. അതായത് 100°C മാത്രമേ വാട്ടർ, അല്ലെങ്കിൽ ആ ടെമ്പറേച്ചറിന് ഈക്വലോ അല്ലെങ്കിൽ കൂടുതൽ വന്നാൽ മാത്രമേ വാട്ടർ വിൽ ബി കൺവേർട്ടഡ് ടു ഗ്യാസ്, അല്ലേ, വേപ്പർ സ്റ്റേറ്റിലേക്ക് മാറുള്ളൂ. പക്ഷേ നമ്മൾ യൂസ് ചെയ്യുന്ന റെഫ്രിജറൻറ്റ് വാട്ടർ ആവണമെന്നില്ല. സോ അതിൻ്റെ ബോയിലിംഗ് പോയിന്റ് എപ്പോഴും കുറഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ അത് പെട്ടെന്ന് ഗ്യാസ് ആയിട്ട് കൺവേർട്ട് ആവുള്ളൂ. കാരണം നമുക്ക് വേപ്പറൈസേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോസസ്സാണ് റെഫ്രിജറേഷനിൽ. സോ അത് ഈസി ആയിട്ട് നടക്കണമെങ്കിൽ ലോ ബോയിലിംഗ് പോയിന്റ് നമുക്ക് റെഫ്രിജറൻറ്റിന് ആവശ്യമാണ്. മാത്രമല്ല ലോ ഫ്രീസിംഗ് പോയിന്റ്, അതായത് അഡ്വേഴ്സ് കണ്ടീഷൻസ്, അതായത് വിൻ്റർ കണ്ടീഷൻസ് ഒക്കെ വരികയാണെങ്കിൽ, നല്ല തണുപ്പുള്ള അന്തരീക്ഷം അല്ലെങ്കിൽ തണുപ്പുള്ള ക്ലൈമറ്റ് വരികയാണെങ്കിൽ ഈ റെഫ്രിജറൻറ്റ് കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്, അതായത് സോളിഡ് സ്റ്റേറ്റിലേക്ക് മാറാൻ ചാൻസ് ഉണ്ട്. സോ ഈ സോളിഡ് സ്റ്റേറ്റിലേക്ക് മാറുന്ന ടെമ്പറേച്ചർ എത്രയും ലോ ആവുന്നോ, സോ ആ ചാൻസ് അത് കട്ട പിടിക്കാനുള്ള അല്ലെങ്കിൽ സോളിഡ് സ്റ്റേറ്റ് ആവാനുള്ള ചാൻസ് കുറയും. സോളിഡ് സ്റ്റേറ്റിലേക്ക് മാറിയാൽ നമ്മുടെ പ്രോസസ്സ് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യില്ല. ഓക്കെ, റെഫ്രിജറൻറ്റ് ട്രാൻസ്പോർട്ട് ആവില്ല, കാരണം അത് സോളിഡ് സ്റ്റേറ്റിലായാലും അത് മൂവ് ചെയ്യില്ല. സോ ഫ്രീസിംഗ് പോയിന്റ് എത്രയും ലോ ആവുന്നു അത്രയും നല്ലത്. അതായത് മൈനസ് വാല്യൂ ഒക്കെ വരണം. നമുക്ക് വാട്ടറിൻ്റെ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 0°C അല്ലേ, അതേപോലെ ഈ റെഫ്രിജറൻറ്റ് ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത് അതിലും താഴെ ഒരു നെഗറ്റീവ് വാല്യൂ ഒക്കെ വന്നാലേ നമുക്ക് നല്ല ഒരു റെഫ്രിജറൻ്റ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, സോ ബോയിലിംഗ് പോയിന്റും ഫ്രീസിംഗ് പോയിന്റും ലോ ആയിരിക്കണം. ഇറ്റ് ഷുഡ് ബി നോൺ ടോക്സിക് ആൻഡ് ഇറ്റ് ഷുഡ് ബി നോൺ കൊറോസീവ്. അതായത് ഏതെങ്കിലും കാരണത്താൽ നമ്മുടെ ഈ റെഫ്രിജറൻറ്റ് അതിൻ്റെ സിസ്റ്റത്തിൽ നിന്നും ലീക്ക് ആവാൻ ചാൻസ് വന്നാൽ അത് നോൺ ടോക്സിക് ആയിരിക്കണം. അല്ലെങ്കിൽ അത് ഇൻഹെയിൽ ചെയ്യുന്ന ഹ്യൂമൻ ബീങ്സ് അവർക്ക് പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്, ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. സോ റെഫ്രിജറൻറ്റ് നോൺ ടോക്സിക് ആയിരിക്കണം, നോൺ കൊറോസീവ് ആയിരിക്കണം. നോൺ കൊറോസീവ് ആവാൻ കാരണമെന്ന് പറയുന്നത് ഇത് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ട്യൂബ്സ്, മെറ്റൽ ട്യൂബ്സും അതൊക്കെ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക ഈ റെഫ്രിജറൻറ്റ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി. സോ ഈ മെറ്റൽ ട്യൂബ്സ് കൊറോഡ് ആവാൻ പാടില്ല. സോ ഇറ്റ് ഷുഡ് ബി നോൺ കൊറോസീവ് ഓൾസോ. ഇറ്റ് ഷുഡ് ബി നോൺ ഫ്ലെയിമബിൾ ആൻഡ് നോൺ എക്സ്പ്ലോസീവ്. തൊട്ട് മുൻപ് നോൺ ടോക്സിക് പറഞ്ഞു, അതായത് ഏതെങ്കിലും കാരണവശാൽ ലീക്ക് ആയാൽ ടോക്സിക് ആവാൻ പാടില്ല. അതേപോലെ തന്നെ ഏതെങ്കിലും കാരണവശാൽ ലീക്ക് ആയാൽ ഇത് ഫ്ലെയിമബിൾ ആവാനും പാടില്ല. ഏതെങ്കിലും രീതിയിലുള്ള സ്പാർക്കോ അല്ലെങ്കിൽ ഹൈ ടെമ്പറേച്ചറോ വന്നാൽ കത്തി പിടിക്കാൻ പാടില്ല, എക്സ്പ്ലോസീവ് ആവാനും പാടില്ല. ഓക്കെ, ഇറ്റ് ഷുഡ് ഹാവ് ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി. റെഫ്രിജറൻറ്റ് തെർമൽ കണ്ടക്ടിവിറ്റി, അതായത് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള കപ്പാസിറ്റി വളരെ ഹൈ ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് റിക്വയർഡ് എമൗണ്ട് ഓഫ് റെഫ്രിജറേഷൻ എഫക്റ്റ് കിട്ടുള്ളൂ. ഇറ്റ് ഷുഡ് ബി ഈസി ടു ഹാൻഡിൽ. ഞാൻ പറഞ്ഞു ഇത് മെറ്റാലിക് ട്യൂബ്സ് അല്ലെങ്കിൽ ചില സ്ഥലത്ത് പ്ലാസ്റ്റിക് ട്യൂബ്സ് യൂസ് ചെയ്യാറുണ്ട്. ഈ ട്യൂബുകളിൽ കൂടി ട്രാൻസ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇത് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയാൽ മാത്രമേ നമുക്ക് ഈസി ആയിട്ട് ട്രാൻസ്പോർട്ടേഷനും നടക്കുള്ളൂ. ഇറ്റ് ഷുഡ് ഹാവ് ലോ സ്പെസിഫിക് വോളിയം ഓഫ് വേപ്പർ. സ്പെസിഫിക് വോളിയം എന്ന് പറഞ്ഞാൽ വോളിയം പെർ മാസ്, അതായത് പെർ കെ ജി. നമ്മൾ കിലോഗ്രാമിലാണ് പറയുക. 1 കിലോഗ്രാം എടുത്താൽ അതിൽ എത്ര വോളിയം ഓഫ് വേപ്പർ ഉണ്ട്, അല്ലെങ്കിൽ എത്ര അതിൻ്റെ വോളിയം പറയാൻ പറ്റും, അതിനാണ് സ്പെസിഫിക് വോളിയം എന്ന് പറയുന്നത്. ഈ വാല്യൂ എത്രയും കുറയുന്നു അത്രയും നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ട്രാൻസ്പോർട്ടേഷൻ ഓഫ് റെഫ്രിജറൻറ്റ് വിൽ ബി സ്മൂത്തർ ആൻഡ് ഈസിയർ. ഇറ്റ് ഷുഡ് ഹാവ് ഹൈ കോഎഫിഷ്യൻറ്റ് ഓഫ് പെർഫോമൻസ്. നമ്മൾ മുൻപ് ഡിസ്കസ് ചെയ്ത ഒരു കാര്യമാണ് ടെർമിനോളജിയിൽ വന്നതായിരുന്നു കോഎഫിഷ്യൻറ്റ് ഓഫ് പെർഫോമൻസ്. ഈ വാല്യൂ എത്രയും കൂടുന്നോ അത്രയും നല്ലതായിരിക്കും. സോ നമ്മുടെ റെഫ്രിജറൻറ്റ് യൂസ് ചെയ്യുമ്പോൾ ഹൈ കോഎഫിഷ്യൻറ്റ് ഓഫ് പെർഫോമൻസ് കിട്ടണം. COP ആണ് കോഎഫിഷ്യൻറ്റ് ഓഫ് പെർഫോമൻസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് ഡിവൈഡഡ് ബൈ വർക്ക് ഇൻപുട്ട്. സോ ആ വാല്യൂ ഹൈ ആവണമെങ്കിൽ നമ്മുടെ റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് കൂടുതലായിരിക്കണം, വർക്ക് ഇൻപുട്ട് കുറവായിരിക്കണം. സോ കുറഞ്ഞ വർക്ക് ഇൻപുട്ടിൽ കൂടുതൽ റെഫ്രിജറേഷൻ എഫക്റ്റ് തരുന്ന റെഫ്രിജറൻ്റ് ആയിരിക്കും ഏറ്റവും നല്ല റെഫ്രിജറൻ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാം. സോ ദിസ് ആർ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് ഓഫ് എ റെഫ്രിജറൻറ്റ്, ഗുഡ് റെഫ്രിജറൻറ്റ്. നൗ റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിൾ. ഇത്ര നേരം നമ്മൾ റെഫ്രിജറേഷൻ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു. ഈ റെഫ്രിജറേഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിൾ ആയിരിക്കും. നമ്മൾ മുൻപ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, തെർമോഡൈനാമിക്സിലൊക്കെ നമ്മൾ തെർമോഡൈനാമിക് സൈക്കിൾസ് ഡിസ്കസ് ചെയ്ത സമയത്ത് പറഞ്ഞായിരുന്നു കാർനോട്ട് സൈക്കിൾ. ആ സെയിം കാർനോട്ട് സൈക്കിളിൻ്റെ റിവേഴ്സ്ഡ് ഫോം ആയിരിക്കും നമ്മൾ റെഫ്രിജറേഷൻ പ്രിൻസിപ്പിളിൽ യൂസ് ചെയ്യാം. നോക്കാം എന്താണ് റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിൾ എന്ന്. റിവേഴ്സിംഗ് ദ കാർനോട്ട് സൈക്കിൾ ഡസ് റിവേഴ്സ് ദ ഡയറക്ഷൻസ് ഓഫ് ഹീറ്റ് ആൻഡ് വർക്ക് ഇൻട്രാക്ഷൻസ്.
നമ്മൾ മുൻപ് ഡിസ്കസ് ചെയ്ത കാർനോട്ട് സൈക്കിളിലെ ഹീറ്റ് ആൻഡ് വർക്ക് ഇൻട്രാക്ഷൻസിനെ നമ്മൾ ഈ കേസിൽ റിവേഴ്സ് ചെയ്യും. ഓപ്പോസിറ്റ് ഡയറക്ഷൻസിലായിരിക്കും ഹീറ്റും വർക്ക് ഇൻട്രാക്ഷനും നടക്കുക. A refrigerator or heat pump operates on the basis of reversed Carnot cycle. ഓക്കെ, അതായത് റെഫ്രിജറേഷൻ പ്രിൻസിപ്പിൾ തന്നെ റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിളിൻ്റെ ബേസിസിലായിരിക്കും. സോ റെഫ്രിജറേഷൻ പ്രിൻസിപ്പിളിൻ്റെ ബേസിസിൽ വർക്ക് ചെയ്യുന്ന റെഫ്രിജറേറ്ററും ഹീറ്റ് പമ്പും റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിളിൻ്റെ ബേസിസിൽ തന്നെയായിരിക്കും ഓപ്പറേറ്റ് ചെയ്യുക. The reverse Carnot cycle is most efficient refrigeration cycle operating between two specified temperature levels. Okay. ഈ റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിളാണ് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള റെഫ്രിജറേഷൻ സൈക്കിൾ. അതുകൊണ്ടാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇത് വർക്ക് ചെയ്യുന്ന രണ്ട് സ്പെസിഫൈഡ് ടെമ്പറേച്ചർ ലെവൽ, ഒരു ഹൈ ടെമ്പറേച്ചറും ഒരു ലോ ടെമ്പറേച്ചറും ഉണ്ടായിരിക്കും. ആ രണ്ട് ടെമ്പറേച്ചർ ലെവലിന് ബിറ്റ്വീൻ ആയിട്ടായിരിക്കും ഇതിൻ്റെ ഓപ്പറേഷൻ നടക്കുക. ഇറ്റ് സെറ്റ്സ് ദ ഹയസ്റ്റ് തിയറട്ടിക്കൽ COP. തൊട്ട് മുൻപ് പറഞ്ഞ പോലെ ഏറ്റവും എഫിഷ്യൻറ്റ് റെഫ്രിജറേഷൻ സൈക്കിൾ ആയതുകൊണ്ട് തന്നെ ഹയസ്റ്റ് തിയറട്ടിക്കൽ കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസും റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിളിൽ തന്നെയായിരിക്കും. ഓക്കെ, ഇനി ഇതാണ് ഒരു റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിൾ. നോക്കാം, 1 2 3 4 കാർനോട്ട് സൈക്കിളിലായിരുന്നെങ്കിൽ ഈ കാണിച്ചിരിക്കുന്ന ഇതിപ്പോൾ കൗണ്ടർ ക്ലോക്ക് വൈസ് ആയിട്ടാണ് കാണിച്ചിട്ടുള്ളത് അല്ലേ. കാർനോട്ട് സൈക്കിളിലാണെങ്കിൽ അത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരുന്നു നടന്നിരുന്നത്. ഇവിടെ അതിൻ്റെ ഓപ്പോസിറ്റാണ്, കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിൾ നടക്കുന്നത്. നോക്കാം, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 4 പ്രോസസ്സസ്. ഫസ്റ്റ് പ്രോസസ് 1 to 2 ആണ്, അഡയാബാറ്റിക് കംപ്രഷൻ. സെക്കൻഡ് പ്രോസസ് isothermal compression 2 to 3, and 3 to 4 adiabatic expansion, and 4 to 1 isothermal expansion. ഓക്കെ, മുൻപ് ഡിസ്കസ് ചെയ്ത കാർനോട്ട് സൈക്കിളിൻ്റെ കേസിലും ഈ 4 കേസ് തന്നെ വരിക. പക്ഷേ ഇവിടെ റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിൾ ആയതുകൊണ്ട് ഇതെല്ലാം റിവേഴ്സ് ചെയ്ത് വരും. ഓക്കെ, ഇനി ഇതിൻ്റെ തന്നെ PV ഡയഗ്രാം നോക്കാം. ഇവിടെ പറഞ്ഞ 1 to 2 അല്ലെങ്കിൽ പ്രോസസ് 1 എന്ന് പറയുന്നത് 1 to 2 ആണ്. ഇത് അഡയാബാറ്റിക് കംപ്രഷൻ ആണ്. സോ ഇവിടെ 1 to 2 ഇങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത്, അഡയാബാറ്റിക് കംപ്രഷൻ. ഇവിടെ പ്രഷർ വാല്യൂ ഇൻക്രീസ് ചെയ്യും, വോളിയം ഡിക്രീസ് ചെയ്യും. 1 to 2 വരുമ്പോൾ വോളിയം ഡിക്രീസ് ചെയ്യുക, കാരണം കംപ്രഷൻ ആയതുകൊണ്ടാണ്. നൗ 2 to 3 എന്ന് പറയുന്നത് ഐസോതെർമൽ കംപ്രഷൻ ആണ്. ഇവിടെയും വോളിയം ഡിക്രീസ് ചെയ്യും, പക്ഷേ കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലാണ്. അതുകൊണ്ടാണ് ഐസോതെർമൽ കംപ്രഷൻ എന്ന് പറയുന്നത്. പ്രഷർ ചെറുതായിട്ട് കൂടുകയും ചെയ്യും. കംപ്രഷൻ കഴിഞ്ഞാൽ പ്രഷർ വാല്യൂ എപ്പോഴും ഇൻക്രീസ് ചെയ്യും. ദെൻ തേർഡ് പ്രോസസ് അഡയാബാറ്റിക് എക്സ്പാൻഷൻ. 3 to 4 എന്ന് പറയുന്നത് അഡയാബാറ്റിക് എക്സ്പാൻഷൻ ആണ്. 4 to 1 ഇസ് ഐസോതെർമൽ എക്സ്പാൻഷൻ. ഈ 4 പ്രോസസ്സ് ചേരുമ്പോഴാണ് റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിൾ വരുന്നത്. ഇനി ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിളിന് തന്നെ പല വേരിയേഷൻസ് വരും. അങ്ങനെ പല വേരിയേഷൻസ് വെച്ചിട്ടാണ് നമ്മുടെ ഫ്രിഡ്ജ് അല്ലെങ്കിൽ AC ഇതെല്ലാം വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വേരിയേഷനിൽ വരുന്ന ഒരു ടൈപ്പാണിത്, വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റം. ഇറ്റ് ഈസ് ബേസിക്കലി എ റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിൾ, ബട്ട് ദർ ആർ സർട്ടൻ ചേഞ്ചസ്. കുറച്ച് പ്രോസസ്സുകൾക്ക് ചേഞ്ചസ് വരുത്തിയിട്ട് ആണ് വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റം യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റം അല്ലെങ്കിൽ VCRS ഇതാണ് വീട്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്രിഡ്ജ് അല്ലെങ്കിൽ AC ഇതിൻ്റെ എല്ലാം ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിൾ. നോക്കാം എന്താണ് വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റം എന്ന്. ഇതാണ് ഒരു വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റം. ഇതിൽ ഇമ്പോർട്ടൻറ്റ് പാർട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ദിസ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് കംപ്രസർ. ഇതിൽ ഒരു കംപ്രസർ ഉണ്ടായിരിക്കും, ഒരു കണ്ടൻസർ ഉണ്ടായിരിക്കും, ദെൻ ഒരു റിസീവർ ടാങ്ക് ഉണ്ടായിരിക്കും. അത് ഇവിടെയാണ് വരിക. ആ റിസീവർ ടാങ്കിലുള്ള ഒരു കോമ്പണൻ്റ് ആണ് മാസ് ഫ്ലോ മീറ്റർ. ദെൻ എക്സ്പാൻഷൻ വാൽവ് അല്ലെങ്കിൽ കാപ്പിലറി ട്യൂബ് എന്നും പറയും. ദെൻ ഇവാപ്പറേറ്റർ. ഇത്രയും കാര്യങ്ങൾ അടങ്ങിയാലാണ് ഒരു വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റം ആവുക. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് റെഫ്രിജറേഷൻ എഫക്റ്റ് ഈ വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റത്തിൽ കിട്ടുന്നതെന്ന് ഡിസ്കസ് ചെയ്യാം. അതിന് മുൻപായിട്ട് ഈ കോമ്പണൻറ്റുകൾ ഏതെല്ലാം രീതിയിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഒന്നുകൂടി നോക്കാം. കംപ്രസറിൽ ഗ്യാസിനെ കംപ്രസ് ചെയ്യും, അതായത് ഗ്യാസിൻ്റെ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ വാല്യൂ ഇൻക്രീസ് ചെയ്യും. കണ്ടൻസറിൽ നമ്മൾ ഗ്യാസിനെ കൂൾ ചെയ്യും. മാത്രമല്ല കണ്ടൻസേഷൻ പ്രോസസ്സ് കാരണം ഈ കൂൾ ചെയ്ത ഗ്യാസ് ലിക്വിഡ് ആവും. ഈ ലിക്വിഡിനെയാണ് നമ്മൾ തേർഡ് കോമ്പണൻ്റ് ആയിട്ടുള്ള റിസീവർ ടാങ്കിൽ സ്റ്റോർ ചെയ്യുന്നത്. സോ റിസീവർ ടാങ്കിൽ സ്റ്റോർ ചെയ്യും. ദെൻ കാപ്പിലറി ട്യൂബിൽ അവിടെയാണ് എക്സ്പാൻഷൻ നടക്കുക. ദെൻ അത് കഴിഞ്ഞാൽ ഇവാപ്പറേറ്റർ, അവിടെയായിരിക്കും നമ്മൾ
ലിക്വിഡ് ഫോമിനെ ഗ്യാസ് ഫോമായിട്ട് മാറ്റാം. ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.